മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിലെ വിവാദത്തിന് പിന്നാലെ SNDP മാസികയായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ലേഖനം. ഇന്നും നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെ വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്ത് വന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ടയാളോ ന്യൂനപക്ഷ വിഭാഗക്കാരനോ ആണെങ്കിൽ ഇങ്ങനെ ചർച്ചയുണ്ടാകില്ലെന്നും ലേഖനം. പിന്നോക്ക വിഭാഗമാണ് ഇടതു പാർട്ടികളുടെ നട്ടെല്ലെന്നും ലേഖനത്തിലുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, മുഖ്യമന്ത്രി ഇന്നലെയും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിലെ നിലപാട് പറഞ്ഞിരുന്നു. തനിക്കത് ഒരു ഘട്ടത്തിലും തെറ്റായി തോന്നുന്നില്ല എന്നും അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നും CPIയുടെ നിലപാടല്ല CPIഎമ്മിനെന്നും അദ്ദേഹം ക്ലിയറായി പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി നടേശനെ തൊട്ടുകൂടായ്മ നേരത്തെയും ആരോപിച്ചിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നു യോഗനാഥത്തിൽ. സേതു, അത് തന്നെയാണ് താൻ പിന്നോക്കക്കാരനായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനെ ഈ രീതിയിൽ വിമർശിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ മുഖപത്രമായിട്ടുള്ള യോഗനാഥത്തിൽ എഴുതിയിട്ടുള്ളത്. വലിയ അപരാധമായെന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്നും നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെ വൃത്തികെട്ട മുഖമാണ് ഈ തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലൂടെയും വിമർശനങ്ങളുടെയും വെളിച്ചത്ത് വരുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ എഴുതുന്നത്. ഒപ്പം തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ടയാളോ ന്യൂനപക്ഷ വിഭാഗക്കാരനോ ആയിരുന്നെങ്കിൽ ഈ രീതിയിൽ ചർച്ച നടക്കുമായിരുന്നോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. CPIക്കെതിരെ കടുത്ത വിമർശനം ഈ ലേഖനത്തിൽ ഉണ്ട്. CPI പിന്നോക്ക വിഭാഗമാണ് ഇടതു പാർട്ടികളുടെ നട്ടെല്ല് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ CPIഎമ്മിനാണ് ആ ബോധ്യമുള്ളത്. CPIക്ക് ഇപ്പോഴും ആ ബോധ്യം വന്നിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നു. അവരാണ് വെള്ളാപ്പള്ളി നടേശനുമായി ഇടതു പാർട്ടികൾക്കുള്ള ബന്ധം കൊണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബന്ധം കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് മൂഢസ്വർഗത്തിലിരുന്ന് വിലയിരുത്തുകയാണ് CPI എന്നുള്ള വിമർശനം കൂടിയുണ്ട്. ഈ ലേഖനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾക്ക് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുമുണ്ട്. അത് ലീഗാണ് മലബാറിൽ വാരിക്കോരി സ്കൂളുകളും എയ്ഡഡ് സ്ഥാപനങ്ങളുമൊക്കെ സ്വന്തമാക്കിയത്. അവിടെ SNDP യോഗത്തിന് ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനമാണ് താൻ ഉന്നയിച്ചതെന്നാണ് ഈ മലബാർ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 9.5 വർഷമായി മെച്ചപ്പെട്ട ഭരണമാണ് ഉള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി വീണ്ടും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഇന്ന് വരും. കാരണം 10 മണിക്ക് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലടക്കം പല കാര്യങ്ങളിലും ഇപ്പം CPIയെ പറഞ്ഞ ചതിയൻ ചന്തു പരാമർശത്തിലടക്കമുള്ള വിശദീകരണവുമൊക്കെയും ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും വരും എന്ന കാര്യത്തിലും സംശയമില്ല. 10 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നമുക്ക്